എന്താ ഇപ്പൊ കേൾക്കണോ? ഇതൊക്കെ സത്യാണോ? ഈ ഓണസമ്മാനമായിട്ട് റേഷൻ കട വഴി സാധനങ്ങൾ കൊടുക്കുന്ന ലിസ്റ്റ്, അതും വെള്ളക്കാർഡുകാർക്ക്. ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ പറയാം, റേഷൻ കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കിട്ടിയത്. 10 കിലോ അരി, അതും ജയ അരി 26 രൂപ കിലോന് ആയിട്ടാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയത്. അതിന്റെ വില എന്താണെന്നുള്ള പുറത്ത് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ 10 കിലോ പച്ചരി 10 രൂപ ആയിട്ട്, അതേപോലെ തന്നെ ഗോതമ്പ്, അതേപോലെ ആട്ട, അതേപോലെ മണ്ണെണ്ണ. എന്തൊക്കെയാണ് സർക്കാർ ഈ വെള്ളക്കാർഡുകാർക്ക് ഈ ഓണത്തിന് കൊടുക്കണേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ താഴെ വരുന്ന കാർഡുകാർക്കൊക്കെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും. സർക്കാർ ഈ ഓണത്തിന് തരുന്ന സമ്മാനം നോക്കി, ആകെ വെള്ളക്കാർഡുകാർക്ക് മാസം മാസം കിട്ടിയത് 2 കിലോ അരിയ. ജീവിതത്തിൽ മണ്ണെണ്ണ എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല. അതൊക്കെയാണ് ഇപ്പൊ ഇത്രയും ഐറ്റംസ് റേഷൻ കട വഴി വെള്ളക്കാർഡുകാർക്ക് കൊടുക്കണേ. 1000 രൂപയുടെ സാധനം ഉണ്ട് മൊത്തം. അത് 400 രൂപക്കാണ് വെള്ളക്കാർഡുകാർക്ക് കൊടുക്കണേന്ന് മനസ്സിലാക്കണം. എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചു നോക്കി, എന്തൊക്കെയാണ് റേഷൻ കട വഴി കിട്ടിയിരുന്നുള്ള അറിയാം. മനസ്സിലല്ലേ? ഇതാണ് യു ഡി എഫ് സർക്കാർ എന്ന് മനസ്സിലായിക്കോളി. അതും വെള്ളക്കാർഡുകാർക്കാണ് ഇത്രയും സാധനങ്ങൾ കിട്ടണേ. എന്തല്ല, ഇതൊന്നും പറയാനും ഇതൊന്നും പുറത്ത് പറയാനൊന്നും ഇതൊന്നും പബ്ലിഷ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല, മാധ്യമങ്ങളും ഉണ്ടാവില്ല. ഇന്ന് വരെ കിട്ടാത്ത സാധനങ്ങളാണ് വാരി കോരി കൊടുക്കല്ലേ. ഇതാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം, ഇങ്ങനൊക്കെ ആയിരിക്കണം സർക്കാർ. സാധാരണക്കാരന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടണം. ഇതുപോലെ ഇതൊക്കെ കേട്ടിട്ട് കാലത്രേ നമ്മള് ഇതുപോലൊക്കെ കേട്ടിട്ട്. പിന്നെ അത് മാധ്യമങ്ങൾ പറയാത്ത നോക്കണം, ജനങ്ങൾക്ക് കിട്ടിയാൽ മതി. സാധാരണ ജനങ്ങൾക്ക് ഇത് കിട്ടിയാൽ മതി. നമ്മൾ മാധ്യമങ്ങളും കുറെ പെരുപ്പിച്ച് പറഞ്ഞിട്ടോ ഇല്ലാത്തത് PR വർക്ക് ചെയ്തിങ്ങാണ്ട് കുറെ പെരുപ്പിച്ച കൊണ്ടൊന്നും കാര്യമല്ല. സാധാരണക്കാരന് ഇതൊക്കെ കിട്ടുക, അവര് സന്തുഷ്ടരായിട്ട് ജീവിക്കുക, അതാണ് വേണ്ടത്. പൂക്കി മന്ത്രിസഭ അതാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനാണ് നമ്മൾ അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ വേണ്ടി സാധാരണക്കാരന്റെ കൂടെ നിൽക്കട്ടെ, അതാ വേണ്ടി. പൊളിച്ചിട്ടുണ്ട്.